അവരുടെ ഹ്യൂമറിനോടുള്ള അവരുടെ കാഴ്ചപ്പാട് സാധാരണഗതിയിലുള്ള ഹ്യൂമറിൽ നിന്നും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അത് നമ്മൾക്കിപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകരും വളരെ ലിബറലായിട്ടുള്ള അധ്യാപകരും നമുക്ക് ഒരേപോലെ ഓക്കെയാണ്. അവർ നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിലെ ഇവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകരായിരുന്നു ഈ സംവിധായകർ. അവർക്ക് ഇന്ന തന്നെ വേണമെന്നുള്ള അതിൽ അവർ ഉറച്ചു നിന്നു. അതിൽ നമുക്കൊരു വിഷമവും ഇല്ല, പരിഭവമില്ല. നമ്മൾ അതേപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞല്ല അതേപോലെ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് വ്യക്തമായിട്ടുള്ള ഇതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഹ്യൂമർ, ഇത് മതി. മാത്രമല്ല അതിൻ്റെ ഇത് വേണം. ഡബ്ബിങ് സമയത്തും അദ്ദേഹം ഞാൻ കുറച്ചുകൂടെ എന്തെങ്കിലും ഇങ്ങനെ പറയണോ വേണ്ട, ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞല്ല, കുറച്ചുകൂടെ ഒന്ന് ഡബ്ബിങ്ങിൽ ആവശ്യമില്ല, ഇതേ രീതിയിൽ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞതുപോലെ മാത്രം ചെയ്താൽ മതി, എക്സ്ട്രാ ഒന്നും മാറ്റണ്ട. ആ കോൺഫിഡൻസ് ഇവർ ചിത്രം കണ്ടതിന് ശേഷവും പറഞ്ഞു, ഞങ്ങൾ 100% ഹാപ്പിയാണ്, അത് നന്നായി വന്നിട്ടുണ്ടെന്ന്. അത്രയും ഉറപ്പോടുകൂടി അവർ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ തോന്നുന്നു. തീർച്ചയായിട്ടും അതിൽ അവരുടെ ആ കോൺഫിഡൻസിൽ നമുക്ക് സന്തോഷമുണ്ട്. അവർ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല കലാസൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ട്, ഇത് ഈശ്വരാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പേര് കിട്ടും, നിങ്ങൾക്കും പേര് കിട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പേര് കിട്ടും എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം തോന്നി. അതെ, ഇനി പ്രഷർ തീരുമാനിക്കാം. പ്രഷറാണ് ഇത്. അമ്മ ഈ ആക്റ്റീവ് അല്ലാണ്ട് അമ്മ ഈ വീഡിയോ ചെയ്താൽ ആക്റ്റീവ് ഉള്ളോ? അങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഇവിടെ വെച്ചാൽ നമുക്ക്. അമ്മ വീഡിയോ ചെയ്താൽ ആക്റ്റീവാണ്. ഇവൻ മിണ്ട എൻ്റെ ഇടയ്ക്കൊക്കെ സംസാരിക്കണം. എന്താ പറയണം? ചോദിച്ചാൽ എന്തിനും മറുപടി പറഞ്ഞു. ചോദിച്ചാൽ എന്തിലും മറുപടി വരും. നമുക്കൊരു വീഡിയോ മൂഡിലേക്ക് പോകാന്നേ. അത് അവനും കൂടെ ഉണ്ടല്ലേ പറ്റും. അതെയോ? അതാണ് ഇവരിൽ ഒരാളെ സെലക്ട് ചെയ്ത് ഇന്ദ്രൻ ചേട്ടൻ സെലക്ട് ചെയ്ത ഒരു വീഡിയോ ഒരു കണ്ടന്റ് കൊടുത്തേ. സാർ എനിക്ക് പറഞ്ഞു തരണം, ഞാൻ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അല്ല നമുക്ക് പറയണം ഇങ്ങനെ വെട്ടിയറയെന്ന് പറയുമ്പോ ഞാൻ അതുപോലെ. അതെയോ? അതെ. അപ്പൊ നമുക്ക് മാർച്ച് 7-ാം തീയതി സിനിമ വരുവാണ്. ആ രീതിക്കൊന്ന് ഇൻട്രൻസായിട്ട് നിങ്ങളൊന്ന് അപ്പൊ ഒരു കാര്യമൊക്കെ ചോദിച്ചേ. അത് ചോദിക്കാൻ പറ്റും. പത്രപ്രവർത്തക എന്ന നിലയിൽ ചോദിച്ചേ, ഞങ്ങളോട് ചോദിക്കേ. സാറേ നമുക്ക് സിനിമ എല്ലാം കാണണ്ടേ? പിന്നെ ഉറപ്പല്ലേ, കാണണ്ടേ? സാറിനോടും കൂടെ സിനിമ കാണണം. അതെ. എങ്ങനെയാണ് എന്നാലും അറിഞ്ഞോ എന്തുവാ നിന്റെ? ഞാൻ അത് വളരെ നല്ല റിപ്പോർട്ടാണ് കിട്ടിയത്. എന്താ അമ്മയ്ക്ക് കിട്ടിയ റിപ്പോർട്ട്? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയിട്ടില്ല റിപ്പോർട്ട്. അല്ലേ? ഉണ്ട്, ഇത് ഇറങ്ങിയില്ലല്ലോ. നമ്മള് പറഞ്ഞ വേറെ സിനിമയായി. അല്ല, ഇങ്ങനെയാണ് ഇവര് കണ്ടന്റ് ഉണ്ടാക്കുന്നേ. കണ്ടന്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ വേറെ രീതിക്ക് കണ്ടന്റ് ചോദിക്കട്ടെ അമ്മയുടെ അടുത്ത്. ഞാൻ 7-ാം തീയതിയാണ്. അമ്മ 7-ാം തീയതി എന്താണ് പരിപാടി? നമ്മുടെ പരിവാർ സിനിമ ഇറങ്ങുന്ന. ഏത് പരിപാടിയാണ് അമ്മയുടെ പരിപാടി എന്ന് പറഞ്ഞ? ഞാനോ? ഞാൻ അതിനകത്ത് ഇവരുടെ എല്ലാം ചേട്ടത്തിയാ. അതെ. അപ്പൊ 7-ാം തീയതി അമ്മയ്ക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല? ഇല്ല, ഇത് തന്നെ പരിപാടി. അമ്മയുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, അതിന് പോണില്ലേ? ഇല്ല, ഇത് തന്നെ. എല്ലാരും എന്റെ കൂടെ ഉള്ളവരെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ കുടുംബത്തിലെ കല്യാണത്തിന് വന്നവരൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചോ? അല്ല, എന്റെ കൂടെ ഞാനൊരു കുടുംബശ്രീയിലൊക്കെ ഉണ്ട്, അവരെ എല്ലാരെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞേക്കുവാ. അപ്പൊ എല്ലാരെയും കൊണ്ട് ഞാൻ പോകും, സിനിമ കാണാൻ പോകും അല്ലേ? അപ്പൊ 7-ാം തീയതി വേറെ കല്യാണത്തിനൊന്നും പോണില്ല? ഇല്ല. അപ്പൊ മകൻ കല്യാണത്തിന് പോകുന്നു പറഞ്ഞു. വേറെ അവൻ പൊയ്ക്കോട്ടെ. കുടുംബശ്രീയുടെ എല്ലാവരും നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോകും അല്ലേ? ഇങ്ങനെയല്ല കണ്ടന്റ് ഉണ്ടാക്കണം നിങ്ങൾ ഇടയ്ക്ക്. ഇതേപോലെ ഇതിനിടയ്ക്ക് പരിവാർ എന്നല്ലേ, ഇത് പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി എന്നല്ലേ അർത്ഥം. അല്ല, ഇംഗ്ലീഷിൽ വാർ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? പരിവാർ വാർ എന്ന് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു യുദ്ധമാണ്, കുടുംബാംഗങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മത്സരവും യുദ്ധവും ഒക്കെ ഉണ്ട്. അല്ല, ഭീമനായിരിക്കും ആ മത്സരത്തിൽ വിജയിക്കുന്ന എനിക്ക് തോന്നണം. എല്ലാവരും വിജയിക്കണം, എല്ലാരും വിജയിക്കണം. അതിന് ഭീമന്റെ ഗതയില്ലല്ലോ. ആയുധമില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? പക്ഷേ ഭീമനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ട്. പക്ഷെ ഗതയില്ലാത്ത ഭീമൻ, ആയുധമൊന്നും വേണ്ട, ഒന്നും മതി, നോട്ടം മതി, ചോളിപ്പോവും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.